മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംസ്ഥാന കോൺഗ്രസിൽ സംഘടനാ അഴിച്ചുപണി ഉടൻ ഉണ്ടാകില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതെന്നും റിപ്പോർട്ടർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയുമായി നടത്തിയ അഭിമുഖത്തിൽ KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിലെത്തും. എന്നാൽ മുഖ്യമന്ത്രിയാകാൻ താൻ ആഗ്രഹിച്ചിട്ടില്ല. മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കി. ഞാൻ അത്തരം കെടികളിൽ വീഴുന്ന ഒരാളല്ല. എൻ്റെ പാർട്ടി വിജയിക്കുക, എൻ്റെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് മാത്രമാണ്. അല്ല, ഞാൻ മുഖ്യമന്ത്രിയാവണോ മുഖ്യമന്ത്രി ആകുന്നോ എന്നത് എൻ്റെ അജണ്ടയേ അല്ല. ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യും. ഭരണം 71 സീറ്റ് കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാവാൻ ആർക്കും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാം മറന്ന് എല്ലാവരും നിൽക്കുന്നതിന് പകരം എവിടെയെങ്കിലും അവിടെ ഇവിടെ ഹിച്ചുണ്ടാക്കുന്ന പണി ആരും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ സംഘടനാ അഴിച്ചുപണി ഉണ്ടാകും എന്നത് അഭ്യൂഹം മാത്രമാണ്. KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിൽ ഇപ്പോൾ ചർച്ചയില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ, ഒരാൾ മാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ലക്ഷ്യം പഞ്ചായത്ത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള, അതിന് മുൻപ് ഒരു അഴിച്ചുപണി ഉണ്ടാകും. അങ്ങനെ ഒന്നിപ്പോൾ പറയാൻ ഞാൻ ആളല്ല. കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇന്ത്യ സഖ്യം ഇത്തവണ അധികാരത്തിലെത്തുമെന്ന് കരുതിയിരുന്നതായും കോൺഗ്രസിന് 120 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നതായും KC വേണുഗോപാൽ പറഞ്ഞു. പ്രതിപക്ഷത്തായതിൽ നിരാശയില്ല. ഒരു ഏച്ചുകെട്ടി ഗവൺമെന്റ് ഉണ്ടാക്കി എല്ലാം കൂടി ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടുണ്ടതിന് പകരം ഇപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ, ഏത് സമയത്തും ഗവൺമെന്റിനെ ത്രട്ടാകുന്ന ഒരു ഓപ്പോസിഷൻ, ഏത് സമയത്തും ഈ ഭരണം താഴെ പോകുന്നുള്ള പ്രതീക്ഷകൾ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ ഇഞ്ചും പോരാടുന്ന ഒരു ഓപ്പോസിഷൻ, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി നമ്മുടെ പാർലമെന്റ് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഓപ്പോസിഷൻ. അത് ഇപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഗ്രാഹം മുകളിലോട്ടേ പോകുന്നു. കേരളത്തിലെ BJPയുടെ വളർച്ചയെക്കുറിച്ചും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചുമുള്ള പ്രതികരണം ഇങ്ങനെ. കോൺഗ്രസിന് എല്ലാവരും ജയിലിൽ, അഴിമതി കേസ്, കംപ്ലീറ്റ് കേസ്, ഇന്ത്യ രാജ്യം മൂടി നിറഞ്ഞു നിൽക്കുന്ന പ്രഭാവം, അയോധ്യയിൽ ഇത് ക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരിക്കുന്നു. ആ അറ്റ്മോസ്ഫിയർ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ. സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വോട്ട് ഷെയർ. സുരേഷ് ഗോപിയുടെ വിജയത്തെ എങ്ങനെ കാണുന്നു? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിജയമായിട്ടാണ്. രാഷ്ട്രീയ വിജയമല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഒരു BJPയുടെ വിജയമല്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.